അന്താരാഷ്ട്ര അക്കാദമിക് സഹകരണവും ഗവേഷണ മികവും ശക്തിപ്പെടുത്തുന്നതിനായി സംഘടിപ്പിച്ച സ്പാർക്ക് ഇന്റർനാഷണൽ സിംപോസിയം അമൃത സർവകലാശാലയുടെ അമൃതപുരി ക്യാമ്പസിൽ സമാപിച്ചു. അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജി, IIT ഖരഗ്പൂർ, IIT കാൺപൂർ, മെൽബൺ സർവകലാശാല എന്നിവയുടെ സഹകരണത്തോടെയാണ് സിംപോസിയം സംഘടിപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാദമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് അന്താരാഷ്ട്ര സിംപോസിയം നടന്നത്. പ്രമുഖ സർവകലാശാലകളുമായുള്ള കൂട്ടായ്മയിലൂടെ ഗവേഷണ നിലവാരം ഉയർത്തുകയും ആഗോള നിലവാരത്തിലുള്ള അക്കാദമിക് പങ്കാളിത്തം സൃഷ്ടിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമാപന ചടങ്ങിൽ IIT കാൺപൂർ കെമിസ്ട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സന്ദീപ് വർമ്മ, മെൽബൺ സർവകലാശാല മൈക്രോബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ റിച്ചാർഡ് സ്ട്രക്നൽ, അമൃത സർവകലാശാല ലൈഫ് സയൻസസ് വിഭാഗം ഡീൻ ഡോക്ടർ ബിപിൻ ജി നായർ എന്നിവർ സംസാരിച്ചു. അമൃത സർവകലാശാലയുടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും സാമൂഹിക പ്രതിബദ്ധതയും, IIT കാൺപൂരിന്റെ അക്കാദമിക് മികവും സാങ്കേതിക നവീകരണങ്ങളും, മെൽബൺ സർവകലാശാലയുടെ ആഗോള ഗവേഷണ മികവും കാഴ്ചപ്പാടും ഒന്നിച്ചു ചേർന്ന ശക്തമായ കൂട്ടായ്മയാണ് സ്പാർക്ക് പദ്ധതിയിലൂടെ രൂപപ്പെട്ടതെന്ന് ഡോക്ടർ ബിപിൻ ജി നായർ അഭിപ്രായപ്പെട്ടു. പരസ്പര പൂരകമായ ഈ സവിശേഷതകൾ പങ്കാളികളായ എല്ലാവർക്കും പ്രയോജനകരമായ ഒരു ഗവേഷണ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3 ദിവസങ്ങളിലായി 6 സെഷനുകളിലായി നടന്ന സിംപോസിയത്തിൽ മെൽബൺ സർവകലാശാല, വിവിധ IIT-കൾ, ഡൽഹി സർവകലാശാല എന്നിവിടങ്ങളിൽ നിന്നുള്ള 30-ലധികം വിദഗ്ധർ പങ്കെടുത്തു. സിംപോസിയത്തിന്റെ ഭാഗമായി പോസ്റ്റർ പ്രദർശനങ്ങളും പ്രഭാഷണ പരമ്പരകളും അമൃതപുരി ക്യാമ്പസിൽ നടന്നു. അമൃത ന്യൂസ്, കൊല്ലം.